തയ്യാർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. രസം അയനം ചെയ്യാനുള്ള വഴി, പോഷകങ്ങൾ ശരീരത്തിലേക്ക് എത്താൻ ഉള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് രസായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൗസൽത്താഷ്. ചേരുവകളെ കാണുന്ന മുട്ടൽ, കൂവളം, കുറുന്തോട്ടി, അശ്വഗന്ധ, ശതാവരി, നെല്ലിക്ക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. ബ്രഹ്മിയുണ്ട്, ഓർമ്മക്കുറവൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ബ്രഹ്മി പ്രധാനപ്പെട്ട ചേരുവയാണ്. കുങ്കുമപ്പൂണ്ട്, പ്രക്ഷേപദ്രവ്യമുണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മാർക്കറ്റിലുള്ള ചവനപ്രാശത്തെ എന്താണ് ഇതുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിലുള്ള ചവനപ്രാശം നെല്ലിക്കോണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഇതും നെല്ലിക്കോണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ പച്ച നെല്ലിക്ക പൂർണ്ണമായിട്ടും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റു കമ്പനികൾ നെല്ലിക്ക പിഴിഞ്ഞെടുത്ത് ആ നീര് വിദേശ രാജ്യത്തുള്ള കമ്പനികൾ വിറ്റ് പൈസ വാങ്ങിയിട്ട് ചണ്ടി ഉപയോഗിച്ചിട്ടാണ് പല കമ്പനികളും ചവനപ്രാശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് വില കുറച്ചിട്ട് വിൽക്കാൻ പറ്റുന്നതും റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം. ഇവിടെ പച്ച നെല്ലിക്ക പൂർണ്ണമായിട്ടും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് റിസൾട്ട് കൂടുതലാണ്. എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂടും. പ്രത്യേകിച്ച് മക്കൾക്ക്, ബേബി മുതൽ ബാബ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. വർഷത്തിൽ 365 ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പൊതുവെ മലയാളികൾ കർക്കിടക മാസത്തിൽ മാത്രമാണ് ശരീരം നോക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം വരുന്നത് തടയാൻ പറ്റും. പനി, ജലദോഷം, കഫക്കെട്ട്, ആസ്മ, വലിവ് എന്നുകൊണ്ട് എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാം. വൈറസുകൾ, കൊറോണ പോലുള്ള വൈറസുകൾ ശരീരത്തിലേക്ക് കയറുന്നത് തടയാനുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടുക ചെയ്യും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. കുട്ടികൾ പഠനത്തിൽ മോശമാണെങ്കിൽ ഇത് ഉപയോഗിക്കുക, ഓർമ്മശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും. അതോടൊപ്പം തന്നെ പ്രസവ രക്ഷാ മരുന്നായിട്ട് ഉപയോഗിക്കാം. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാല് വർദ്ധിക്കാൻ, മുറിവുകൾ ഉണങ്ങാൻ, ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കൗസൽത്താഷ് എന്ന് പറഞ്ഞ ഒരു ലേഖ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പ്രമേഹം അമിതമായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ അമിതമായിട്ടുള്ള ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട, കാരണം ഇതൊരു മധുരം ബേസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പഞ്ചസാര ഏഡ് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും നല്ല രീതിയിലുള്ള മധുരം ഉള്ളതുകൊണ്ട് തന്നെ പ്രമേഹം കൂടുതലുള്ള ആളുകൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. രാവിലെയും രാത്രിയും ഓരോ ടീസ്പൂൺ കഴിക്കുക, ഇതാണ് ഇതിന്റെ ഉപയോഗ രീതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡിൽ പുരട്ടിയിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾ ചിലപ്പോൾ നേരിട്ട് ഇത് കൺസ്യൂം ചെയ്യാൻ മടി കാണിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് 2 ബ്രെഡ് എടുക്കുക, ഒന്ന് പുരട്ടി ലെയർ ആക്കിയിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചപ്പാത്തിയിലൊക്കെ റോളാക്കിയിട്ട് കൊടുക്കാം, നുണഞ്ഞ് കഴിക്കാം. പാലിൻ്റെ അത് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ പാല് കിട്ടിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. മറ്റു പാലുകൾ കുടിച്ചിട്ട് കാര്യമുള്ളൂ.